time to welcome our next contestant, contestant number 9, Geetu Vishwan. ശുഭസായാഹ്നം. ഞാൻ ഗീതു വിശ്വൻ. സംസ്കാരത്തിനും സാഹോദര്യത്തിനും പേര് കേട്ട നമ്മുടെ കൊച്ചു കേരളത്തിലെ 5 വിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്വദേശം. കർമ്മം കൊണ്ട് ദൈവത്തിൻ്റെ മാലാഖ എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു നേഴ്സാണ് ഞാൻ. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക എന്ന ആ മഹത് വചനത്തിൽ ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾക്കൊക്കെയും ചിറകുമുളപ്പിക്കുവാൻ എന്നും എപ്പോഴും മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ എൻ്റെ ഭർത്താവും 3 വയസ്സുള്ള ഞങ്ങളുടെ കുഞ്ഞു മാലാഖയും എന്നും എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അത് തന്നെയാണ് എൻ്റെ പ്രചോദനം. ചെയ്യുന്ന ഓരോ കാര്യവും നിറഞ്ഞ മനസ്സോടും തികഞ്ഞ ആത്മസംതൃപ്തിയോടും കൂടി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. മാത്രമല്ല, തെറ്റുകളിൽ നിന്ന് ശരി പഠിക്കുകയും ഞാൻ പരിചയപ്പെടുന്ന ഓരോ വ്യക്തിയിലും ഞാൻ കാരണം ഒരു പുഞ്ചിരി ഉളവാക്കാൻ എനിക്ക് സാധിച്ചാൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഉന്നതമായ സംതൃപ്തി എന്നും ഞാൻ തികഞ്ഞും വിശ്വസിക്കുന്നു. ആൻഡ് ഫൈനലി, താങ്ക് യു സോ മച്ച് എസ്പാനിയോ ഇവന്റ്സ് ഫോർ ഗിവിംഗ് മീ സച്ച് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം to showcase me my talents and to bring me out and to discover me in a much better way. And I wish all the very best to my fellow contestants to win their success. Thank you. Thank you so much, Geetu. And now it's time to welcome on stage the next contestant, contestant number 10, Shaiji Praveen. നമസ്കാരം. ജന്മം കൊണ്ട് പാലക്കാടിൻ്റെ മകളും കർമ്മം കൊണ്ട് മലകളുടെയും തേയിലുകളുടെയും റാണിയായ നീലഗിരിയിലെ ഗൂഡലൂരിൻ്റെ മകളുമായ ഞാൻ ഷൈജി പ്രവീൺ. സ്ത്രീ, ചിലർക്ക് സ്ത്രീ ഒരു ചിത്രമാണ്, ആർക്കും എളുപ്പത്തിൽ വരച്ചിടാവുന്ന ഒരു വില കുറഞ്ഞ ചിത്രം. ചിലർക്ക് സ്ത്രീ ഒരു കവിതയാണ്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ എളുപ്പമുള്ള കവിത. എന്നാൽ സ്ത്രീ ഒരു പ്രതീകമാണ്, ഉദാത്തമായ വികാരങ്ങളുടെ കരുത്തുറ്റ പ്രതീകം. അവൾ അമ്മയാണ്, സഹോദരിയാണ്, മകളാണ്. എല്ലാറ്റിനും അപ്പുറം അവൾ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിൻ്റെ പ്രതീകമായി ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു. ശുഭസായാഹ്നം നേരുന്നു. നന്ദി, നമസ്കാരം. Ladies and gentlemen, those were the first 10 contestants of Mrs. Kerala 2019, owning the stage with so much of elegance. Can we have a huge round of applause for all of them? With that, ladies and gentlemen, let's invite our next contestant, contestant number 11, Veena Jayan. ജീവിതം എന്ന യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. അതെങ്ങനെ നെയ്തെടുക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലാണ്. നമസ്കാരം, ഞാൻ വീണ ജയൻ. വൈവിധ്യങ്ങൾ നിറഞ്ഞ എറണാകുളമാണ് എൻ്റെ സ്വദേശം.
സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ ഗവേഷണം ചെയ്യുന്ന ഞാൻ യാത്ര ചെയ്യുവാനും നൃത്തം ചെയ്യുവാനും വായിക്കുവാനും ഏറെ ഇഷ്ടപ്പെടുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുവാനുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എന്നെ ഇന്ന് മിസ്സസ് കേരളയുടെ ഭാഗമാവുവാൻ പ്രേരിപ്പിച്ചത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. Thank you so much, Veena. Moving on to the next contestant. Swagatham Cheyam. Contestant number 12, Aishwarya Lakshmanan. Mrs. Kerala is a celebration of youth and empowerment. I believe that age is not a barrier to reach our dreams or to have an impact on others. Ellavarkum namaskaram. I am Aishwarya Lakshman, born in the land known as the Venice of the East, Alappuzha. I got married in the city of Belkrimage, Nasik, Maharashtra. I am a CA student by profession, aiming to work independently using my knowledge and skills to help individuals and organizations. My parents, they have raised me with a very strong set of values. My father, he taught me how to be empathetic. My mother, she taught me how to be independent and compassionate. My brother, how to be self-assured, and from my husband, I learned how to be confident enough no matter what the situation is. I learned from my failures and achievements. I, as an individual, strongly believe positive attitude when combined with hard work and patience helps one achieve the goals in life. Today, I take this opportunity to thank Mrs. Kerala, Espanio Events along with the board of directors for giving us married women a wonderful platform to showcase our views and talents. Also my family for the continuous motivation and support. Thank you. Thank you so much. And let's move on to our next contestant. Swagatham Cheyam. Contestant number 13, Tina Jason. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, മറിച്ച് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് യഥാർത്ഥ സ്വപ്നം. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. നമസ്കാരം കൊച്ചിൻ, ഞാൻ ടീന ജെയ്സൺ. സിവിൽ എഞ്ചിനീയറായ ഞാൻ കഴിഞ്ഞ 13 കൊല്ലമായി ഓസ്ട്രേലിയയിൽ ഭർത്താവും കുട്ടികളുമൊത്ത് താമസിക്കുന്നു. മിസ്സിസ് കേരള എനിക്കൊരു മത്സരമല്ല, മറിച്ച് ജീവിതമാകുന്ന പാഠപുസ്തകത്തിലെ മർമ്മപ്രധാനമായ ഒരു ഏടാണ്. ഞാൻ മത്സരിക്കുന്നത് എന്നോട് തന്നെയാണ്. ഇന്നലത്തെ എൻ്റെ കഴിവും ആത്മവിശ്വാസവും വികസിപ്പിച്ചെടുത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഒരു വ്യക്തിയിലേക്കുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അതിനായി ഈ വേദി ഒരുക്കി തന്ന എസ്പാനിയോ ഇവൻസിനോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ പുരികം ചുളിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ സ്ത്രീയെ ആദരിക്കാനും അംഗീകരിക്കാനും പോകുന്ന 2 യുവാക്കളായി എൻ്റെ 2 ആൺകുട്ടികളെ വളർത്തണമെന്നതാണ് എൻ്റെ സ്വപ്നം. എല്ലാവർക്കും ശുഭസായാഹ്നം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. Tina Jason, ladies and gentlemen, and it's time to invite our next contestant, contestant number 14, Leena Sujeev.
കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. ഞാൻ ലീന സുജീവ്, തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ കൈത്തറികളുടെ നാട് എന്നറിയപ്പെടുന്ന ബാലരാമപുരത്തു നിന്നും വരുന്നു. എൻ്റെ ഭർത്താവായ സുജീവ് ബിസിനസ് രംഗത്ത് സജീവമാണ്. ഞാനും അതിലൊരു പങ്കാളിയാണ്. കൂടാതെ പാചകം ഒരു പാഷനായി കരുതുന്ന ഞാൻ എൻ്റെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് നൽകുന്നതിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. 2 ആൺകുട്ടികളുടെ അമ്മയായ ഞാൻ സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന എല്ലാ അനീതികളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കുകയും ഉത്തമ പൗരന്മാരായി അവരെ വളർത്തുക എന്നതും എൻ്റെ അമ്മ എന്ന നിലയിൽ എൻ്റെ കർത്തവ്യമായി ഞാൻ കരുതുന്നു. എത്ര വലിയ പ്രശ്നങ്ങളെയും ചിരിച്ച സമീപനത്തോടെ നേരിടാൻ കഴിയുകയും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് എൻ്റെ കരുത്ത്. നന്ദി. ശുഭസായാഹ്ന. താങ്ക് യു സോ മച്ച് ലീന. നിറഞ്ഞ കൈയടിയോടെ അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. കണ്ടസ്റ്റന്റ് നമ്പർ 1515 റോസ്മേരി ഫ്രാൻസിസ്. പറക്കാൻ ചിറകുകൾ ഉണ്ടായിട്ടും കൂട്ടിലകപ്പെട്ട കിളികളെ പോലെയാണ് നമ്മുടെ ഇടയിൽ ഇന്ന് ഒരുപാട് പേർ. മേഘമതിലുകളില്ലായിരുന്നെങ്കിൽ നക്ഷത്രങ്ങളെ കൈക്കൂമ്പിലേക്കേണ്ടവർ. അവരിൽ ഒരാളാവാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ സാന്നിധ്യം ഈ വേദിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുഡ് ഈവനിങ് കൊച്ചി. നമസ്കാരം ജഡ്ജസ്. എൻ്റെ പേര് റോസ്മേരി. ഒരു മറുനാടൻ മലയാളിയായി ജനിച്ചതിലപ്പുറം മലയാളി എന്ന് പറയുന്ന മേന്മയും നന്മയും മനസ്സിൽ എന്നും സൂക്ഷിക്കുന്ന മാതാപിതാക്കളുടെ മകൾ എന്ന് പറയുന്നതിലാണ് ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്നത്. തൃശ്ശൂർ പേരൂരിൻ്റെ മകളായും അറബിക്കടലിന്റെ റാണി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കൊച്ചിയുടെ മരുമകളായിട്ടുമാണ് ഞാൻ ഇന്ന് കേരളത്തിൽ വേരൊരുപ്പിച്ചിരിക്കുന്നത്. കല്യാണത്തിന് ശേഷം നിങ്ങളുടെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. വാചാനങ്ങൾക്കപ്പുറം വിശാലമായ ലോകത്തേക്ക് എന്നെ കരം പിടിച്ചുയർത്തിയതും എൻ്റെ കൂടെ സഞ്ചരിക്കുന്നതും ഇന്നും എന്നെ താങ്ങും തണലുമായി എന്നെ നിൽക്കുന്നതും എൻ്റെ ഭർത്താവാണ്. പഠനം അവസാനിക്കാത്ത ലോകത്തിൻ്റെ പടിവാതിലിക്കൽ നിരവധി തവണ കാലിടറി വീണിട്ടുണ്ടെങ്കിലും ഓരോ തവണയും അവിടെ നിന്ന് എണീച്ച് എനിക്ക് തന്നിരിക്കുന്നത് അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ വെളിച്ചമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു മത്സരത്തിനപ്പുറം സ്വാതന്ത്ര്യത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും വേദിയാകട്ടെ മിസ്സസ് കേരള 2019. താങ്ക് യു. Thank you so much റോസ്മേരി. അടുത്തതായി പരിചയപ്പെടാം contestant number 16 Iris Lima Rose. സദസ്സിന് സാദരം കൂപ്പുകൈ. ഞാൻ ഐറിസ് ലീമ റോസ് അറബിക്കടലിൻ്റെ രാജ്ഞിയായ കൊച്ചിയിൽ പ്രതിനിധീകരിക്കുന്നു. സ്ത്രീ ഒരു 2ാം സ്ഥാനക്കാരിയാണെന്നും സമൂഹം ഓരോ തവണ മുദ്ര കുത്തിയപ്പോഴും ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ചപ്പോഴും അങ്ങനെയല്ല, മറിച്ച് അവൾ പുരുഷനൊപ്പമോ പുരുഷനേക്കാൾ ഒരു പടി മുകളിലോ ആണെന്ന് എനിക്ക് മനസ്സിലാക്കി തരികയും അങ്ങനെ ആയിത്തീരുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന്
ചങ്ക് പറിച്ച് സ്നേഹിച്ച് എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ ഭർത്താവിലും മാതാപിതാക്കളിലും 2 കുഞ്ഞുമക്കളിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ കാലഹരണപ്പെട്ടു പോകുന്ന ഒരു സമ്പ്രദായമല്ല അവളുടെ വിവാഹമെന്നും, കണ്ണുകൾ അടച്ച് കണ്ണീർ പൊഴിക്കേണ്ടവളല്ല അവളെന്നും, മറിച്ച് ഉണർന്നെണീറ്റ് വിടർന്ന കണ്ണുകളോടെ ലോകം അവൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ അവസരങ്ങളും കൈനീട്ടി എത്തിപ്പിടിക്കേണ്ടതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വിശ്വാസം ഇവിടെയുള്ള ഓരോ സഹോദരിമാരെയും ആ സഹോദരിമാരോട് ഒപ്പം നിൽക്കേണ്ട ഓരോരുത്തരെയും അറിയിക്കുകയും അവർക്കൊരു പ്രചോദനമായി തീരുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കുഞ്ഞുനാൾ മുതലേ എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം, എന്നാൽ ഇതുവരെ സാധിക്കാൻ കഴിയാതിരുന്നത്, ഒരു 2ാം അവസരത്തിലൂടെ നേടിത്തരാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന എസ്പാനിയോ ഇവൻസിനും അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും സമർപ്പണ ബോധവും ഈ മത്സരത്തിൽ എന്നെ ഒരു വിജയിയാക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്കിലും ഒരു വിജയി എന്നതിലുപരി ഇത്രയും വലിയൊരു പരിപാടിയുടെ ഭാഗമായി തീരാൻ കഴിഞ്ഞതിൽ ഞാൻ അളവറ്റ് സന്തോഷിക്കുന്നു. ഈ ഒരു ശുഭമുഹൂർത്തത്തിൽ ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, dear. Great confidence exhibited by all our contestants. Ladies and gentlemen, can we hear it for them? A big round of applause, everyone.